മൈഗ്രെയിൻ തലവേദനയുടെ ചികിത്സയ്ക്കായിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള മരുന്നുകളാണ് കഴിക്കുന്നതെങ്കിൽ മൈഗ്രെയിനെക്കാട്ടിലും വലിയ പ്രശ്നങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. മൈഗ്രെയിനായിട്ട് കൃത്യമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന വേദന സംഹാരി മരുന്നുകളോടൊപ്പം പെയിൻ കില്ലേഴ്സിനോടൊപ്പം തന്നെ പല ആൾക്കാരും ആന്റി ഡിപ്രസന്റ് മരുന്നുകളും ഉറക്കഗുളികളും എല്ലാം കഴിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഇത്തരത്തിലുള്ള ഒരു കൂട്ടം മരുന്നുകളുമായിട്ട് ആളുകൾ ആശുപത്രിയിലോട്ട് വരുമ്പോൾ തന്നെ ഇത്തരത്തിൽ പല മരുന്നുകളും ആവശ്യമില്ലാതെയാണ് അവർ കഴിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ വേദന കാരണവും അവരുടെ വേദനയെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ടും അവരുടെ കുടുംബത്തിൽ നിന്ന് അവർക്ക് സപ്പോർട്ട് ലഭിക്കാത്തതുകൊണ്ടും അവരുടെ മാനസിക വിഷമങ്ങളും പ്രശ്നങ്ങളും ആരോടും തുറന്നു പറയാനില്ലാത്തതുകൊണ്ടും ഉറക്കം ശരിയാവാത്തതുകൊണ്ടും പലപ്പോഴും സൈക്കാട്രി മരുന്നുകളെയും ഉറക്കഗുളികളെയും ആശ്രയിക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഇത്തരത്തിൽ കഴിക്കുന്ന പല മരുന്നുകളും അത് ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻ ആണെങ്കിലും ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള മെഡിക്കേഷൻ ആണെങ്കിലും പലപ്പോഴും അഡിക്ഷൻ ഉണ്ടാക്കുന്നതും ഹാബിച്വേറ്റിംഗ് ആണെന്നും മനസ്സിലാക്കേണ്ടതാണ്. അതായത് ഒരിക്കൽ കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ പിടിയിൽ നിന്നും മോചനം നേടുവാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഇത്തരം മരുന്നുകൾ കഴിക്കുന്ന ആളുകളെ രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും. ഒന്നാമത് ഇത്തരം മരുന്നുകൾ എന്തൊക്കെയാണെന്ന് അറിയാതെ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. രണ്ടാമത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ വേറെ ഒരു നിവൃത്തിയും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് പോകേണ്ട ഡോക്ടറെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം മരുന്നുകളെ ആശ്രയിക്കുന്ന ആളുകൾ. ഈ രണ്ട് കാറ്റഗറി ആളുകളോടും എനിക്കൊന്നേ പറയാനായിട്ടുള്ളൂ. കൃത്യമായിട്ടുള്ള രോഗനിർണയവും രോഗത്തിന്റെ മൂലകാരണം കണ്ടെത്തി അതിനുള്ള ചികിത്സ എടുക്കുകയും അതോടൊപ്പം തന്നെ കൗൺസിലിംഗും സൈക്കോതെറാപ്പിയും പോലത്തെ കാര്യങ്ങൾ ആശ്രയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗത്തിന് ഇപ്പോൾ ലഭിക്കുന്നതിനെക്കാട്ടിലും മികച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പെയിൻ കില്ലർ മരുന്നുകളല്ലാതെ വേദന സംഹാരികളായിട്ടുള്ള മരുന്നുകളല്ലാതെ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു മരുന്നുകൾ താഴെ കമന്റ് ചെയ്യുമല്ലോ.